കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന ബൂത്തുകളിലെ വോട്ടർ ഡിലീഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തത് ഇതിന്നും നമുക്ക് ഒക്കെ അദൃശ്യമായ ശക്തികളാണ്. എന്തിരനാണോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ, ബിജെപിയുടെ ഏതെങ്കിലും സേനയാണോ ചെയ്തത്? അടുത്ത അബിൻ വർക്കി, ഇപ്പൊ ഈ ഹൈഡ്രജൻ ബോംബ് വരുന്നു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ആദ്യം അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. അതിൽ ഞെട്ടിപ്പിക്കുന്നതായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. അതിനുശേഷം ഇന്നിപ്പോൾ ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെ അദ്ദേഹം നടത്തുന്നു. എന്താ ഈ ഒന്നാമത്തെ വാർത്താ സമ്മേളനം, രണ്ടാമത്തെ വാർത്താ സമ്മേളനം, ഇനി വരാനിരിക്കുന്ന വാർത്താ സമ്മേളനത്തെ കുറിച്ചുള്ള പ്രഡിക്ഷൻ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതിനകത്ത് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി അദ്ദേഹം കുറച്ച് കാലങ്ങളായി തന്നെ ഇന്ത്യയിലുണ്ടായ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തുകയും ആ പഠനത്തിൻ്റെ വിവരങ്ങൾ ഇന്ത്യയുടെ ജനതയെ അറിയിക്കുകയാണ്. അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പ് മഹാദേവപുരയിൽ അദ്ദേഹം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടതാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെ 10,000-ഓളം വോട്ടുകൾ അവരുടെ പിതാവിൻ്റെ സ്ഥാനമാനങ്ങളിൽ ABCDEFG കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഇലക്ഷൻ കമ്മീഷൻ ഇതേവരെ ഒരു മറുപടി പറയാൻ തയ്യാറായിട്ടില്ല. അവർക്കൊന്നും തന്നെ അവരുടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും വോട്ടുകൾ ഉണ്ടായിരുന്ന വ്യക്തികൾ അവിടെ വോട്ട് ചെയ്ത വിഷയങ്ങൾ ഇങ്ങനെ വളരെ കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ അവതരിപ്പിച്ചു. അത് മഹാദേവപുരയിലായിരുന്നു. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇതേവരെ അതുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ നടപടി എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ തൃപ്തികരമായ മറുപടിയും കൊടുത്തിട്ടില്ല എന്നുള്ളത് വളരെ വസ്തുതയാണ്. അദ്ദേഹത്തോട് ആകെ പറഞ്ഞത് നിങ്ങളൊരു സത്യവാങ്മൂലം സമർപ്പിക്കാനാണ്. എന്തുകൊണ്ടാണ് അനുരാഗ് ഠാക്കൂർ 91,000 വോട്ടിൻ്റെ വോട്ട് ആരോപണം വയനാട് പാർലമെന്റുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ നാവ് ഇല്ലായിരുന്നോ? അവർക്ക് അനുരാഗ് ഠാക്കൂറിനോട് ഒരു സത്യവാങ്മൂലം കൊടുക്കാൻ പറയാത്തതിന്റെ കാരണം എന്താ? അപ്പൊ ഇത് സത്യവാങ്മൂലത്തിന്റെ പ്രശ്നമല്ല. അത് മാത്രമല്ല, പ്രതിപക്ഷ നേതാവിനോട് സത്യവാങ്മൂലം കൊടുക്കാൻ പറയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഈ നാട്ടിൽ എന്താണ് പറഞ്ഞു വെക്കുന്നത് എന്നുള്ള ഒന്നാമത്തെ കാര്യം. ഇനി ഇന്നത്തെ വിഷയം പറയാം. ഇന്നത്തെ വിഷയം എന്താണ്? രണ്ട് രീതിയിലാണ് നമ്മൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വോട്ടുകൾ ചേർക്കുന്നു, വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നു. ഒന്ന് ഫോം നമ്പർ 6 ആണ്. ഫോം നമ്പർ 6 ഉപയോഗിച്ചാണ് നമ്മൾ വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കുന്നത്. ഫോം നമ്പർ 7 ഉപയോഗിച്ചാണ് വോട്ടർ പട്ടികയിൽ വോട്ടുകൾ ഡിലീറ്റ് ചെയ്യുന്നത്. ഈ ഫോം നമ്പർ 7 എങ്ങനെയാണ്? ഇപ്പോൾ ശ്രീ മാധു, താങ്കൾ കല്യാണം കഴിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. താങ്കളുടെ വീടിരുന്ന പ്രദേശത്ത് നിന്ന് താങ്കളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് താങ്കളുടെ പേര് നീക്കം ചെയ്തു. ആരാണ് അപേക്ഷ കൊടുക്കുന്നത്? ആ അപേക്ഷകൻ ആ നാട്ടിലെ ഒരു വ്യക്തിയായിരിക്കും. ചിലപ്പോൾ താങ്കളുടെ രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്ത എതിർ പാർട്ടിക്കാരനായിരിക്കും പറയുന്നത്. ആ വോട്ട് മറ്റൊരു ദേശത്തേട്ട് പോയി, അതുകൊണ്ട് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടണം എന്ന് പറയും. അപ്പോൾ ഒരു ആപ്ലിക്കൻ്റ് ഉണ്ട് അവിടെ. ഇന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് 6018 വോട്ടർ ഡിലീഷൻ അലന്ത് എന്ന് പറയുന്ന അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞ കണക്ക് വെച്ച് 6018 അവർ അന്വേഷണം നടത്തിയതിൽ നിന്ന് വ്യക്തമായത് 24 ഒഴിച്ച് 994 വ്യാജ ആപ്ലിക്കേഷനുകളായിരുന്നു എന്ന് തെളിഞ്ഞിരിക്കുക. അപ്പൊ അതായത് ഒരു വ്യാജ ആപ്ലിക്കേഷൻ അവിടെ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഈ സമർപ്പിച്ച വ്യക്തികൾ അല്ലെങ്കിൽ ഈ സമർപ്പിക്കപ്പെട്ട ബൂത്തുകൾ ഏതാണ്? കോൺഗ്രസിന് സ്ഥിരമായി ലീഡ് കിട്ടുന്ന ബൂത്തുകളിലാണ് ഈ വോട്ടർ ഡിലീഷന് സമർപ്പിക്കപ്പെട്ടത്. ആരാണ് സമർപ്പിക്കുന്നത്? ആ വോട്ടർ പട്ടികയിലെ ആദ്യത്തെ പേരുകാരനാണ് സമർപ്പിക്കുന്നത്. ഇനി ആ സമർപ്പിച്ച വ്യക്തികൾ എന്ന് വന്നു. ആരാണ്? ഇപ്പൊ ഗോദാബായി എന്ന് പറയുന്ന ഒരു അമ്മൂമ്മയുടെ പേരിൽ 12 വോട്ടർ ഡിലീഷൻ ആപ്ലിക്കേഷൻ. ഗോദാബായി ഇന്ന് വീഡിയോയിൽ വന്ന് പറയുകയാണ്, എനിക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ല, ഞാൻ ഡിലീഷൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ല, ഞാനുമായി ബന്ധപ്പെട്ട ഒരു ഹിയറിംഗും നടത്തിയിട്ടില്ല. അപ്പൊ ആരാണ്? ഞാൻ ഫോം നമ്പർ 7 മാധുവിന് അയച്ചിട്ടുണ്ട്. ആരാണ് ഈ ഡിലീഷനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തത്? ഹൂ ആർ ദേ? ഇതാണ് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. ഒരു ഉത്തരം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടോ? ആരാണ് 12 ആപ്ലിക്കേഷൻ കൊടുത്തത്? ആ 12 ആപ്ലിക്കേഷനിൽ മൊബൈൽ നമ്പർ വേണം. ആ മൊബൈൽ നമ്പറിൽ ഒരു OTP വേണം. ആ OTP ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു വ്യാജ മൊബൈൽ നമ്പർ ഉപയോഗിച്ച്, വ്യാജ OTP ഉപയോഗിച്ച് 12 ഡിലീഷൻ ഗോദാബായിയുടെ പേരിൽ അവിടെ സമർപ്പിക്കപ്പെട്ടു. അതാണ് ഒരു അന്വേഷണം നടത്തുന്നത്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനോട് രേഖകൾ തരാൻ പറഞ്ഞവർ തന്നിട്ടില്ല. ഇനി 2, ഇന്ന് മറ്റൊരാളെ ശ്രീ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നു. സൂര്യകാന്ത് എന്നാണ് പേര്. അദ്ദേഹം 14 മിനിറ്റിനുള്ളിൽ 12 ഡിലീഷൻ ആപ്ലിക്കേഷൻ സമർപ്പിച്ചു. സൂര്യകാന്ത് പറഞ്ഞു, ഞാനത് ചെയ്തിട്ടില്ല, എന്നെ ഹിയറിംഗിന് വിളിച്ചിട്ടില്ല. അപ്പൊ ആരാണ് ഇത് ചെയ്തത്? ഈ 12 ഡിലീഷൻ ആപ്ലിക്കേഷനിലുള്ള ഒരാളുടെ പേര് ബാബ ചൗധരി എന്നായിരുന്നു. ഈ ബാബ ചൗധരി പറഞ്ഞു, എന്നെ ഈ വോട്ടർ ഡിലീഷനുമായി ബന്ധപ്പെട്ട ഒരു ഹിയറിംഗിന് വിളിച്ചിട്ടില്ല, ഒരു ആപ്ലിക്കേഷൻ ഞാനുമായി ബന്ധപ്പെട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഹിയറിംഗ് നടത്തിയിട്ടില്ല. അപ്പൊ ആരാണ് ഈ ഡിലീഷൻ നടത്തിയത്? നാഗരാജ് എന്ന് പറയുന്ന വ്യക്തി 2 ഡിലീഷൻ 36 സെക്കൻഡിൽ നടത്തി. അപ്പൊ ഈ 36 സെക്കൻഡിൽ ഇപ്പൊ ശ്രീ ജോസഫ് സി മാത്യു ഇവിടെ ഇരിക്കുന്നുണ്ട്. 36 സെക്കൻഡിൽ 2 ഡിലീഷൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാനുവലായി ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ ആരോപണം ഉന്നയിച്ചത്. അപ്പൊ ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുകയാണ്, NSVP
VHA ഗരുഡ എന്ന സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വോട്ടർ പട്ടികയിൽ ഡിലീഷൻ ക്രമക്കേട് നടത്തിയത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വളരെ വ്യക്തമാണ്. ഹൂ ആർ ദേ? ആരാണ് 5994 കോൺഗ്രസുമായി ചേർന്ന് നിൽക്കുന്ന ബൂത്തുകളിലെ വോട്ടർ ഡിലീഷൻ ചെയ്യാൻ വേണ്ടി കൊടുത്തത്? ഇതിന്നും നമുക്ക് ഒക്കെ അദൃശ്യമായ ശക്തികളാണ്. എന്തിരനാണോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ, BJPയുടെ ഏതെങ്കിലും സേനയാണോ ചെയ്തത്? ഇതിലാണ് ചോദ്യം. ഇപ്പൊ കർണാടക CID അവർ FIR രജിസ്റ്റർ ചെയ്തു. കൽബുർഗ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് അലഗന്ത് വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്തു. അന്വേഷണം നടക്കുന്നു. ECI കർണാടക അന്വേഷണം നടത്തുകയാണ്. പക്ഷേ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു രേഖകളും കൊടുക്കുന്നില്ല, അന്വേഷണവുമായി സഹകരിക്കുന്നില്ല. അവിടെയാണ് ചോദ്യം. ഈ ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ ആരുടെ ഏജന്റാണ്? ഞാൻ ഇയാളുടെ പൂർവ്വകാലത്തെക്കുറിച്ച് ഭൂതകാലത്തെക്കുറിച്ച് പറയുന്നില്ല. കാരണം ഇയാൾ എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു, എൻ്റെ ജില്ലാ കളക്ടറായിരുന്നു. എനിക്ക് നിരവധി വിഷയങ്ങളെ പറ്റി അറിയാം. ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. 5000 രൂപ മേടിച്ച വിഷയത്തെക്കുറിച്ച് അറിയാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പഴയ കാര്യങ്ങളാണ്, അതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇത്ര ഗുരുതരമായ ആരോപണം വന്നിട്ട് രാഷ്ട്രീയമായ മറുപടി ഇലക്ഷൻ കമ്മീഷൻ പറയുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ എന്ത് ഉത്തരവാദിത്തമാണ് BJPയെ ഡിഫെൻസ് ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ടത് നടപടിയാണ്, ഒരന്വേഷണം. ഇത്ര വ്യക്തമായി ഇലക്ഷൻ കമ്മീഷൻ പറയാണ് ഒരു നിയോജക മണ്ഡലത്തിൽ 5994 ഡിലീഷൻ വ്യാജമായി സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിച്ചു, ആളുകൾ അറിയാതെ. എന്തുകൊണ്ടൊരു അന്വേഷണം നടത്തിയിട്ടില്ല കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ? ഒരു ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുകയാണ്. ഇനി ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ ശ്രീ ശ്യാംരാജ് അവിടുത്തെ റിസൾട്ടിനെ സംബന്ധിച്ച് പറഞ്ഞു. അതിന് തൊട്ടു മുമ്പിലത്തെ 2018 തെരഞ്ഞെടുപ്പിൽ BJP അവിടെ ജയിക്കുന്ന 697 വോട്ടിനാണ്. 697 വോട്ട്. അവിടെയാണ് 6000-ഓളം വോട്ടുകൾ വെട്ടിക്കപ്പെട്ട് അവിടെ വെട്ടുമാറ്റി കോൺഗ്രസിൽ നിന്ന് വിജയം അപഹരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ നമുക്കറിയാം കർണാടകയിൽ മുഴുവൻ വലിയ കോൺഗ്രസ് തരംഗം. 130ഓളം സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചു. ആ സീറ്റിലും വലിയ ആന്റി ഇൻകംബൻസിയിലും കോൺഗ്രസിന്റെ ഞാൻ ഇടപെടുകയാണ്. ഈ പറയുന്ന ഈ പരാതിയുടെ സാക്ഷികളായി വന്ന ആരും പറയുന്നത് അവരെ ആരെയും ഹിയറിംഗിന് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 6018 24 ജനുവിനാണ്, മറ്റുള്ളത് അല്ല എന്ന സ്ഥിരീകരണം ഹിയറിംഗിന് വിളിക്കാതെ എങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടായി എന്നതുകൂടി ഒരു ചോദ്യമാണ്. ഞാൻ അതിലേക്ക് അടക്കം വരാം.